ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് മെയ് 8-ാം തീയതി. ഒന്നാമത്തെ വായനാ ഭാഗം ആവർത്തന പുസ്തകം 25-ാം അധ്യായം. ഇവിടെ ഒരു കാര്യം ആദ്യം പറയുന്നത്, മനുഷ്യർക്ക് തമ്മിൽ വ്യവഹാരമുണ്ടായാൽ ന്യായമായി അവനെ വിധിക്കണം, ശിക്ഷിക്കണമെന്നാണ്. പക്ഷെ അവിടെ 40 അടി അടുപ്പിക്കാം, അങ്ങനെ പലതരം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ 40 അടി അടുപ്പിക്കാമെന്നാണ്. 40 കവിയരുത് എന്നും പറയുന്നുണ്ട്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പം നിങ്ങൾ തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് ഒരു കുറവായിട്ടാണ് പറയുന്നത്. അതിനേക്കാൾ നീ അതങ്ങ് സഹിച്ചു കൊള്ളാത്തത് എന്ത് എന്നാണ് പുതിയ നിയമത്തിൻ്റെ ഉപദേശം. അപ്പം അങ്ങനെ ഈ പഴയ നിയമത്തിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഫലങ്ങൾ പറയുമ്പോഴും, കണ്ണിന് പകരം കണ്ണ് ഒക്കെ പറയുമ്പോഴും, പുതിയ നിയമത്തിൽ അത് ക്ഷമിക്കുക എന്നുള്ള ഉപദേശമാണ് പുതിയ നിയമത്തിൻ്റെ ഉപദേശം. അത് പഴയ നിയമത്തിലും അതുണ്ട്. നീ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ തിന്നാൻ കൊടുക്കുക, സദൃശവാക്യങ്ങളിൽ പറയുന്നുണ്ട്. ദൈവം പ്രതികാരം യഹോവയ്ക്കുള്ളതെന്ന് പഴയ നിയമത്തിൻ്റെ ഉപദേശം തന്നെയാണ്. അത് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഇത് മാറുന്നുണ്ട്. ഈ പറയുന്ന വ്യവഹാരമൊക്കെയും മാറി അത് രാജാക്കന്മാരുടെ കാലമാകുമ്പം ശലോമോൻ തന്നെ പറയുന്നുണ്ട്, പ്രതികാരം യഹോവയ്ക്കുള്ളത്. വിശക്കുന്നെങ്കിലും തിന്നാൻ കൊടുക്കുക ശത്രുവിന്, ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുക്കാം. അങ്ങനെ അവൻ്റെ മേൽ നീ തീക്കനൽ കുന്നിക്കും എന്നാണ് വായിക്കുന്നത്. ഒരിക്കലും നമ്മൾ പ്രതികാരത്തിന് പോകരുതെന്നാണ്. ശിക്ഷയ്ക്കും വ്യവഹാരത്തിനും നമ്മൾ പോകരുതെന്ന് തന്നെയാണ് ബൈബിളിൻ്റെ ആത്യന്തികമായ ഉപദേശം. വീണ്ടും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒരു സഹോദരൻ, ഒരു ഭർത്താവ് മരിച്ചു പോയാൽ ആ ഭാര്യ മറ്റൊരു പുരുഷനാകരുത്. ആ ഭർത്താവിൻ്റെ അനുജൻ ഉണ്ടെങ്കിൽ അനുജന് ഭാര്യയായിത്തീരണം. ദേവരധർമ്മം എന്ന് പറയും. അതുപോലെ നിൻ്റെ സഞ്ചിയിൽ 2 തരം പടി ഉണ്ടാകരുത്. ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ അതിനകത്തോട് പറയുന്നുണ്ട്. അതിനകത്ത് ഇവരോട് ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടി മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. അമാലേക്കിനോട് നിങ്ങൾ ക്ഷമിക്കരുത്. അമാലേക്കിൻ്റെ ഓർമ്മ ഭൂമിയിൽ നിന്ന്, ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് മായ്ച്ചു കളയണം. ഇത് മറന്നു പോകരുത്. ഇത് വീണ്ടും ഇവരോട് പറയുന്നുണ്ട്. ഉൽപ്പത്തി 36-ാം അധ്യായത്തിലാണ് അമാലേക്ക് എന്ന മനുഷ്യനെക്കുറിച്ച് നമ്മൾ ആദ്യം വായിക്കുന്നത്. പിന്നെ പുറപ്പാട് 17-ാം അധ്യായത്തിൽ നമ്മൾ ഈ അമാലേക്ക് ചെയ്ത പ്രവൃത്തി നമുക്ക് കാണാൻ പറ്റും. അമാലേക്ക് ഇവരൊരു യുദ്ധത്തിന് വന്നത്. അന്നേ ദൈവം പറഞ്ഞതാണിത്, അമാലേക്കിൻ്റെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയണമെന്ന്. അങ്ങനെ ഒരു അവസരം ഓർമ്മ ഉണ്ടാവും എന്നറിയില്ല. അങ്ങനെ ഒരു അവസരം ശൗൽ രാജാവായതിനു ശേഷം ശൗലിനോടും പറയുന്നുണ്ട്. ശൗലിന് അമലേക്കുമായിട്ട് യുദ്ധത്തിനുണ്ടായി. ശൗലിനോട് ഒന്നാമത്തെ രാജാവ്, അവിഭക്ത ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവ് ശൗലിനോട് പറഞ്ഞു വിടുന്നുണ്ട്, നീ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തു നിന്ന് കീഴിൽ നിന്ന് മായ്ച്ചു കളയണം. ഒന്നിനെയും വെച്ചേക്കരുത്. എല്ലാവരെയും, കുഞ്ഞുങ്ങളടക്കം, പുരുഷന്മാരും സ്ത്രീകളും രാജാവടക്കം എല്ലാവരെയും കൊന്നേക്കണമെന്ന് പറഞ്ഞാണ് വിടുന്നത്. പക്ഷേ അദ്ദേഹം അത് ചെയ്യുന്നില്ല. അദ്ദേഹം കന്നുകാലികളിൽ മേൽത്തരമായത് കൊണ്ടുവരുന്നു. അതുപോലെ രാജാവിനെ ജീവനോട് പിടിച്ചുകൊണ്ടുവരുന്നു. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവരുന്നു. ഒക്കെയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ദൈവത്തിന് പ്രസാദകരമല്ലാത്ത ഒരു പ്രവൃത്തി, ദൈവത്തിന് അനുസരിക്കാത്തത് കൊണ്ട് അവിടെ വെച്ചാണ് യാഗം അനുസരിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും ശ്രദ്ധയാണ് യാഗത്തെക്കാളും നല്ലതെന്നൊക്കെ പറയുന്ന ഒരു വാക്യമുള്ളത്. അപ്പോൾ അവിടെ വെച്ച് ഈ പ്രവൃത്തി കാരണമാണ് 40 വർഷത്തേക്ക് തിരഞ്ഞെടുത്ത രാജാവ് ശൗല് ഒരു 2 വർഷം കൊണ്ട് രാജഭരണം അവസാനിപ്പിക്കേണ്ടി വന്നത്. ഞാൻ ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കുന്നു, അവനേക്കാൾ യോഗ്യനായ മറ്റൊരുവനെ അന്വേഷിക്കുന്നു എന്ന് ശൗല് പറയുന്നത്. അപ്പോൾ ശമൂവേൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ശൗലവിടെ രാജഭരണം അവസാനിപ്പിക്കാനിടയായതിൻ്റെ ഒരേ ഒരു കാരണം ഇതാണ്. വേറെ മനസ്സിലാക്കേണ്ടത് കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഇതായിരുന്നു അതിൻ്റെ പ്രധാനമായ കാര്യം.
രണ്ടാമത്തെ വായനാഭാഗം ഉത്തമഗീതം 5-ാം അധ്യായം. നമ്മൾ ഇന്നലെ കണ്ടതുപോലെ തന്നെ ഇവിടെ അതേ ഒരു പ്രയോഗം, എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, ഞാൻ എൻ്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നു, ഞാൻ എൻ്റെ മൂറും സുന്ദരവും സുഗന്ധവർഗവും പെറുക്കി ഞാൻ എൻ്റെ തേൻകെട്ട തേനോട് തിന്നും, എൻ്റെ വീഞ്ഞ് പാലോടുകൂടെ കുടിച്ചും ഇരിക്കുന്നു. സ്നേഹിതന്മാരെ തിന്നുവിൻ, പ്രിയരെ കുടിച്ച് മത്തരാകുവിൻ. ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിൽക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയൻ്റെ സ്വരം. അത് മണവാട്ടി പറയുന്നതാണ്. വാതിൽക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയൻ്റെ സ്വരം. എൻ്റെ സഹോദരി, എൻ്റെ പ്രിയെ, എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കരെ, വാതിൽ തുറക്കുക. എൻ്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളി കൊണ്ടും നനഞ്ഞിരിക്കുന്നു. അത് മണവാളൻ പറയുന്നതായിട്ടും. എൻ്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു, അവയെ മലിനമാക്കുന്നത് എങ്ങനെ? എൻ്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടി കൈനീട്ടി, എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. എൻ്റെ പ്രിയൻ തുറക്കേണ്ടത് ഞാൻ എഴുന്നേറ്റു, എൻ്റെ കൈ മൂറും എൻ്റെ വിരൽ മൂറിൻ തൈലവും തഴുതുകളിന്മേൽ പൊഴിച്ചു. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ പ്രിയന് വേണ്ടി തുറന്നു, പക്ഷേ ആ പ്രിയനോ പൊയ്ക്കളഞ്ഞിരുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ പ്രിയന് തുറക്കാൻ വേണ്ടി പ്രിയൻ വന്ന സമയത്ത് തുറന്നു കൊടുത്തില്ല. അപ്പം വിശ്വാസിയെ സംബന്ധിച്ചും അതങ്ങനെ തന്നെയാണ്. ക്രിസ്തു വാതിൽക്കൽ വന്ന് മുട്ടുമ്പോൾ അത് തുറന്ന് അവനെ സ്വീകരിക്കണം. മുട്ടുന്ന സമയത്ത് അത് തുറന്നില്ലെങ്കിൽ പിന്നെ ക്രിസ്തു അവിടെ നിൽക്കുന്നില്ലല്ലോ. അപ്പം അത് ഓരോ അവസരങ്ങൾ ഉണ്ട്. ആ അവസരങ്ങളിൽ നമ്മളെ തേടി വരുന്ന അവസരങ്ങളാണ്. ആരും ദൈവത്തെ അങ്ങോട്ട് പോയി അന്വേഷിച്ചതോ ക്രിസ്തുവിനെ അങ്ങോട്ട് പോയി അന്വേഷിച്ചതോ എന്താണ് സത്യമെന്ന് അന്വേഷിച്ചതോ അല്ല. എല്ലാവരെയും ദൈവം ഇങ്ങോട്ട് തേടി വന്നതാണ്. ആരെങ്കിലും മുഖാന്തരം ഈ സത്യം നമ്മളെ അറിയിക്കാൻ വേണ്ടി വന്നു. അവിടെ നമ്മൾ മുഖം തിരിഞ്ഞു നിൽക്കുകയും എനിക്ക് താല്പര്യമില്ല എന്ന് പറയുകയും ഇത് നിങ്ങൾ പറയുന്നതല്ല, ഞാൻ പറയുന്നതാണ് സത്യം എന്നൊക്കെ പറയുമ്പോൾ അത് വാതിൽ കൊട്ടിയടയ്ക്കുന്ന പോലെയാണ്. ഇവിടെ നമ്മൾ തുറന്നു കൊടുക്കാത്ത ഈ മണവാട്ടിയെ പോലെ കുറച്ചു നേരം നോക്കിയിട്ട് മണവാളൻ അവിടെ നിന്ന് അവിടെ നിന്ന് മാറിപ്പോവുകയാണ്, കാണുന്നില്ല. അപ്പം അങ്ങനെ ഉള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. അതുപോലെ മറ്റൊരു വാക്യം, എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 പേരിൽ ശ്രേഷ്ഠൻ തന്നെ, അതിശ്രേഷ്ഠൻ തന്നെ. അവൻ്റെ ശിരസ് അതിവിശേഷമായ തങ്കം, അവൻ്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെപ്പോലെ കറുത്തുമിരിക്കുന്നു. അവൻ്റെ കണ്ണീർ നീർത്തോടുകളുടെ അരികിലുള്ള പ്രാവുകൾക്ക് തുല്യം, അത് പാലുകൊണ്ട് കഴുകിയും ചേർച്ചയായി പതിച്ചതുമാകുന്നു. അവൻ്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും തൈകളുടെ വാരവും, അവൻ്റെ അധരം താമരപ്പൂവും പോലെ ഇരിക്കുന്നു. അവസാനത്തെ വാക്യം, അവൻ്റെ വായ ഏറ്റവും മധുരമുള്ളത്, അവൻ സർവാംഗ സുന്ദരൻ തന്നെ. യെരുശലേം പുത്രിമാരെ, ഇവനെത്രേ എൻ്റെ പ്രിയൻ, ഇവനെത്രേ എൻ്റെ സ്നേഹിതൻ. അപ്പോൾ അതാണ് അവസാനം. അപ്പം ക്രിസ്തു സർവാംഗ സുന്ദരൻ എന്നാണ്. യെരുശലേം പുത്രിമാരെ, ഇവനെത്രേ എൻ്റെ പ്രിയൻ. സഭ പറയുന്നതാണ് സഭയുടെ ഏറ്റവും പ്രിയപ്പെട്ടവൻ, ഒരേ ഒരു പ്രിയപ്പെട്ടവൻ, അത് യേശുക്രിസ്തുവാണ് എന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തുവിനും മണവാളൻ എന്ന ഭാഗത്ത് നിന്നുകൊണ്ട് ഒരേ ഒരു മണവാട്ടിയേ ഉള്ളൂ, അത് ക്രിസ്തുവിൻ്റെ സഭയാണ്. യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പത്രോസ് പറയുമ്പോൾ, നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ, നിനക്കിത് മനുഷ്യരാരും വെളിവാക്കി തന്നതല്ല, എൻ്റെ അത്യുന്നതനായ പിതാവ് ആണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ ഈ പാറയിൽ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറയുന്ന എൻ്റെ സഭയെ പണിഞ്ഞ ആ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ എന്ന വിശ്വാസമാകുന്ന അടിസ്ഥാനമുള്ള പാറയിൽ, അതാണ് അടിസ്ഥാനം. ആ അടിസ്ഥാനമുള്ള പാറയിന്മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ സഭയാണത്. ആരുടെ? ക്രിസ്തുവിൻ്റെ സഭയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിനോട് ചേർത്ത് ഓർക്കാൻ പറ്റുന്ന, ഞാനിപ്പോൾ ഓർത്തതുപോലെ നമുക്ക് അത്തരം കാര്യങ്ങൾ ഓർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധം. മൂന്നാമത്തെ വായനാഭാഗം അപ്പോസ്തല പ്രവൃത്തിയിൽ 20-ാം അധ്യായം. ആ കലക്കം ഓർമ്മയുണ്ടല്ലോ. ഇന്നലെ അവിടെ പൗലോസിനെതിരെ ഉണ്ടായ കലക്കം, പട്ടണമേനവൻ്റെ ഇടപെടലാൽ അത് അമർച്ച ചെയ്യപ്പെട്ടു. ആ കലഹം ശമിച്ച ശേഷം
ഇപ്പോൾ നമ്മൾ ഇന്ന് വായിക്കുന്ന 20-ാം അധ്യായം. പൗലോസ് ശിഷ്യന്മാരെ കൂട്ടി വരുത്തി പ്രബോധിപ്പിച്ചിട്ട് യാത്ര പറഞ്ഞ് മക്കദോന്യയ്ക്ക് പുറപ്പെട്ടു പോയി. അപ്പം മക്കദോന്യ പ്രദേശത്ത് പോയി അവിടുന്ന് യവനദേശത്ത് ഏകദേശം 3 മാസം കഴിച്ചിട്ട് സുറിയയ്ക്ക് കപ്പൽ കയറി പോകുവാൻ ഭാവിക്കുമ്പോഴാണ് യഹൂദന്മാർ ഇവിടെയും പൗലോസിന് നേരെ കൂട്ടുകെട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പം പിന്നെ മക്കദോന്യ വഴി പോകാൻ തീരുമാനിച്ച് അങ്ങനെ ആണ് പിന്നെ യാത്ര മാറ്റുകയാണ്. അവിടെ കൂടെ പോയവരുടെ കൂട്ടത്തിൽ സോപത്രോസ്, പിന്നെ അരിസ്തർഹോസ്, സെക്കുന്തോസ്, ഗായോസ്, തിമത്തിയോസ്, തുഹിക്കോസ്, ത്രോഫിമോസ് ഒക്കെ ഒരു ആസ്യ വരെ പൗലോസിൻ്റെ കൂടെ പോയി. അവർ മുമ്പേ പോയി ത്രോവാസിൽ ഞങ്ങൾക്കായി കാത്തിരുന്നു. അപ്പം നേരത്തെ ലൂക്കോസ് കൂടെ ഉണ്ടായിരുന്നതിനെ കുറിച്ച് നമ്മൾ വായിച്ചല്ലോ. അപ്പോൾ ലൂക്കോസ് ഇപ്പം കൂടില്ല. അവനോടുകൂടെ പോയി അവർ മുമ്പേ പോയി ത്രോവാസിൽ ഞങ്ങൾക്കായി കാത്തിരുന്നു. അപ്പോൾ അവർ മുമ്പേ പോവുകയാണ്. എന്നിട്ട് പോയി ത്രോവാസിൽ ഞങ്ങൾക്കായി കാത്തിരുന്നു. ഞങ്ങളോ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഫലത്തിൻ്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫിലിപ്പിയയിൽ നിന്ന് കപ്പൽ കയറി 5 ദിവസം കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുക്കലെത്തി. 7 ദിവസം അവിടെ പാർത്തു. അപ്പോൾ ഇവിടെ ഈ ഞങ്ങളെന്ന് പറയുമ്പം ഓർത്തോണം അവിടെ ലൂക്കോസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ വെച്ചാണ് യൂത്തിക്കോസ് എന്നൊരു യുവാവ് മതിൽ നിന്ന് വീണ് മരിച്ചതുപോലെ ആകുന്നത്. പ്രസംഗം നീണ്ടുപോയത് കൊണ്ടാണ്. പ്രസംഗം നീണ്ടുപോയി, പാതിരാവരെയും പ്രസംഗം നീണ്ടുപോയി. തട്ടിൽ നിന്ന് വീണു എന്നാണ് വായിക്കുന്നത്. വീണു, മരിച്ചവനെ എടുത്തുകൊണ്ട് വന്നു. പക്ഷേ അവിടെ പൗലോസ് പ്രവൃത്തിയാൽ ഒരു ജീവനുണ്ടോ എന്ന് പറയുന്നു. ജീവനുണ്ടോ, മരിച്ചിട്ടില്ല. അവന് ശരീരം ചൂടാക്കി, അങ്ങനെ ബാലിന് ജീവനുണ്ടാകുകയും ചെയ്തു. അത് കഴിഞ്ഞ് വായിക്കുന്നത്, ഞങ്ങൾ മുമ്പായി കപ്പൽ കയറി പൗലോസിനെ അസസോസിൽ വെച്ച് കയറ്റിക്കൊള്ളുവാൻ വിചാരിച്ച് അവിടേക്ക് ഓടി ഞങ്ങൾ. അപ്പോൾ അതിൽ ലൂക്കോസ് ഉണ്ട്. അസോസിൽ ഞങ്ങളോട് കൂടി ചേർന്നപ്പോൾ അവനെ കയറ്റി മിഥുലേനയിലെത്തി. അവിടെ നിന്ന് നീക്കി പിറ്റേന്നാൾ ഖായോസ് ദ്വീപിൻ്റെ തൂക്കിലെത്തി. ഈ സ്ഥലങ്ങൾ വായിക്കുന്നത് ഞാൻ മാപ്പിൻ്റെ കാര്യം പറഞ്ഞില്ല. മാപ്പിൽ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും, അതുകൊണ്ടാണ്. പിറ്റേന്നാൾ സമോസ് ദ്വീപിലെത്തി. അത് കഴിഞ്ഞ് മിലേത്തോസിലും എത്തി. കഴിയുമെങ്കിൽ പെന്തക്കോസ് നാളേക്ക് യെരുശലേമിൽ എത്തേണ്ടതിന് പൗലോസ് ബന്ധപ്പെടുകയായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഉദ്ദേശം പൗലോസിനുണ്ട്, പെട്ടെന്ന് അവിടെ പെന്തക്കോസ് നാളിൽ യെരുശലേമിൽ എത്തണം. അപ്പോൾ എഫെസോസിലെടുക്കാതെ ഓടണമെന്നൊക്കെ വിചാരിച്ചു. മിലത്തോസിൽ നിന്ന് ഒരു സംഭവം ഉണ്ടാകുന്നു. അവൻ എഫെസോസിലേക്ക് ആളയച്ച് എഫെസോസിലെ സഭയിലെ മൂപ്പന്മാരെ അവിടെ വരുത്തി. അവരെല്ലാം വന്നു ചേർന്നപ്പം അവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, തന്നെക്കുറിച്ച് പറഞ്ഞു, അവരുടെ പഴയ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആസയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടി എങ്ങനെ ഇരുന്നുവെന്നും വളരെ താഴ്മയോടും കണ്ണീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നുവെന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളെ അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി. അപ്പം മനസ്സിൽ ഭയങ്കരമായ തീവ്രമായ ചിന്ത യെരുശലേമിലേക്ക് പോകണമെന്ന്. അതാണ് ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും എന്നോട് പറയുന്നുണ്ട്. പക്ഷേ അവിടെ എന്താണ് നേരിടാനുള്ളതെന്ന് ഞാൻ ഒരിക്കലും അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എങ്ങനെയെങ്കിലും ക്രിസ്തു എനിക്ക് തന്ന സുവിശേഷത്തിൻ്റെ ഓട്ടം തികയ്ക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ. വേറൊരു കാര്യം അവരോട് പറയുന്നവർക്കെല്ലാം സങ്കടകരമായൊരു കാര്യം പറയുന്നത്, ദൈവരാജ്യം നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ നടന്നവനായ എൻ്റെ മുഖം നിങ്ങൾ ഇനി ആരും കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. അപ്പോൾ ഇത് ഇവരോട് പറയുന്നതാണെങ്കിൽ നമുക്കും ബാധകമായൊരു കാര്യമാണ്. ഏതാണ് അത്? ആരെങ്കിലും നശിച്ചു പോയാൽ, പൗലോസോ യേശുവോ
ഈ പ്രവാചകന്മാരോ നമ്മെ പഠിപ്പിച്ചവരോ ആരും അതിന് ഉത്തരവാദികളല്ല. നമ്മൾ തന്നെയാണ് അതിന് ഉത്തരവാദി എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളണം. കാരണം സൂക്ഷ്മതയോടെ ഇരിക്കണം. കാരണം ഞാൻ പോയതിന് ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഈ ചെന്നായയുടെ ഒരു കാര്യമുണ്ടല്ലോ, ആട്ടിൻ തോലാണ് ഇങ്ങനെ ചെന്നായ എന്ന് പറയും. പക്ഷെ അവിടെ ചെന്നായ ഏതാണ്, ആട് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രീതിയിൽ ഇരിക്കും. പക്ഷെ അവിടെ ഈ സഭയ്ക്കകത്ത് തന്നെ ഇത്തരം കൊടിയ ചെന്നായ്ക്കൾ ഉണ്ടാകും, അല്ലെങ്കിൽ എഴുന്നേക്കും, അല്ലെങ്കിൽ വരും എന്നാണ് പറയുന്നത്. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. കേട്ടോ, നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിക്കണം, ജാഗ്രത വേണം. ഏതെങ്കിലും ഉപദേശങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അതിനെ സൂക്ഷിക്കണമെന്നാണ്. അപ്പം ഓരോരുത്തും സഭകൾ പലതരം ഉപദേശങ്ങളാൽ ചിന്നിപ്പോയിട്ടുണ്ട്. അത് നമ്മുടെ ദേശത്തിലായാലും ഇതൊക്കെയും സംഭവിക്കുന്നത്. സ്നേഹത്തിൽ തുടർന്നു പോരേണ്ട സഹോദരങ്ങൾ തമ്മിൽ ഏതെങ്കിലും നിസ്സാര കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളാൽ അകന്ന് ശത്രുക്കളായി മാറുന്ന സ്ഥിതി പലയിടത്തും കാണാൻ കഴിയും. അതുതന്നെയാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ മുൻകൂട്ടി തന്നെ അതിനെക്കുറിച്ച് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത്, ആ ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്നത്. ഇത് നമുക്കും ബാധകമാണ്. നമ്മളും സൂക്ഷിക്കേണ്ടതാണ്. വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞോ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞോ നമ്മൾ അടിസ്ഥാനപരമില്ലാത്ത കാര്യം അല്ലെങ്കിൽ ആവശ്യമായ കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മളൊരു ഇതാണ് സത്യമെന്ന് പറഞ്ഞ് മനസ്സിലായിട്ട് വിശ്വസിച്ച് ഈ വിശ്വാസത്തിലേക്ക് വന്നവരാണ്. അപ്പോൾ അതിനുശേഷം ആ ബൈബിളിൽ ഇല്ലാത്ത ചില കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായ കാര്യങ്ങളോ കൊണ്ടുവന്നാൽ അതിനെ ഇഴകേറി പരിശോധിക്കേണ്ടതൊക്കെ തന്നെ. പക്ഷേ പരിശോധിച്ചിട്ട് അതിനെ എല്ലാവരും കൂടി ഒരു ധാരണയിലെത്തുന്നതാണ് ഏറ്റവും നല്ലത്. മറിച്ച് 2 പക്ഷമുണ്ടാകുന്നു, 3 പക്ഷമുണ്ടാകുന്നു. അങ്ങനെ സഭകൾ ഒരേ പേരിൽ തന്നെ ഇരിക്കുന്ന സഭകൾ തന്നെ പലതായൊക്കെ ഈ പിരിഞ്ഞു പോകുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ട്. യഥാർത്ഥ സത്യവിശ്വാസം നിൽക്കുന്ന സഭകൾക്കും ഇതൊക്കെയും സംഭവിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത്, ഞാൻ 3 സംവത്സരം രാപകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തം കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളി. ഇവർ 3 വർഷത്തോളം ഇരുന്നാണ് ഈ സഭ അവിടെ പണിഞ്ഞതെന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പം ഈ മൂപ്പന്മാരെ നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്നു, നിങ്ങൾക്ക് ആത്മീക വർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ നിങ്ങളെ ഇപ്പോൾ ഭരമേൽപ്പിക്കുന്നു. ആരുടെയും വെള്ളിയോ, എന്നിട്ട് പറയാണ്, ഞാൻ ആരുടെയും വെള്ളിയും പൊന്നും വസ്ത്രമൊന്നും മോഹിച്ചിട്ടില്ല. എൻ്റെ മുട്ടിന് എനിക്ക് വേണ്ടി മാത്രമല്ല എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ അധ്വാനിച്ചാണ് ജീവിച്ചത്. ഇത് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പം ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും യേശുക്രിസ്തു പറഞ്ഞതുപോലെ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ഭാഗ്യം എന്ന് ക്രിസ്തു പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണം. അല്ലാതെ എല്ലാവരുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് മേടിക്കുകയല്ല, അങ്ങോട്ട് കൊടുക്കാനുണ്ടാകണം എന്നുള്ള ബോധ്യം. അങ്ങോട്ട് കൊടുക്കുന്നതാണ് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത്, ഭാഗ്യം, അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് ഓർക്കണം. അതുകൊണ്ട് കൊടുക്കാൻ തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ദൃഷ്ടാന്തമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് യാത്ര അയച്ചു. പക്ഷേ അതിനിടയ്ക്ക് അവർ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവരെല്ലാവരും വലിയ ദുഃഖത്തിലും സങ്കടത്തിലുമായി പൗലോസിനെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ചൊക്കെയാണ് കണ്ണീരോടുകൂടിയാണ് പൗലോസിനെ അവിടെ നിന്ന് അയക്കുന്നത്. അപ്പോൾ ഇപ്പം ഇതൊക്കെ വലിയ സ്നേഹമൊക്കെയാണ്, സത്യസന്ധമായ സ്നേഹമാണ് ഒക്കെയാണ്. പക്ഷേ നാളെ ഈ പൗലോസിനെ തന്നെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ പൗലോസ് പഠിപ്പിച്ചത് ശരിയല്ല എന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ് അവിടെ കൊടുക്കുന്നത്. അപ്പം പൗലോസ് പഠിപ്പിച്ചായാലും ആര് പഠിപ്പിച്ചായാലും എന്ത് പഠിപ്പിച്ചു എന്നുള്ള കാര്യമാണ്. ആ പഠിപ്പിച്ച ആശയങ്ങളെ സംബന്ധിച്ച്, പഠിപ്പിച്ച ഉപദേശങ്ങളെ സംബന്ധിച്ച്, ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ സംബന്ധിച്ചാണ് അവിടെ ഒരു ചോദ്യം ചെയ്യപ്പെടൽ ഉണ്ടാകാൻ പോകുന്നത്. പൗലോസിനെയല്ല ബാധിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ ഉപദേശത്തെയാണ് ബാധിക്കുന്നത്. പക്ഷേ അത് പൗലോസാണ് പഠിപ്പിച്ചത് എന്നുള്ളതുകൊണ്ട് പൗലോസ് അതിനകത്ത് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം അത് ഒക്കെയും ഇവരെ ബോധ്യപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. പക്ഷേ ഇപ്പോഴുള്ള സ്നേഹം അവർ
യഥാർത്ഥ സ്നേഹം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നന്ദി. 3 വായനാ ഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു. നാളെ പുതിയ വായനാ ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായി ഇരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.